എന്താ തിരുമേനി, ഞാൻ വീണ്ടും വരുന്നത് ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? നമ്മളിനി ഒരു കുടുംബമല്ലേ, അതുകൊണ്ട് ഇനി എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. അപ്പോ ഇനി കല്യാണത്തിനായിരിക്കും നമ്മൾ കാണുന്നത്. ഓടി തീർക്കാൻ ഒരുപാടുണ്ട്. കയ്യിലുള്ളതാണെങ്കിൽ 10 ദിവസവും. എല്ലാം നന്നായി നടക്കണേ ഭഗവാനെ. തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇതാണ് കണിമംഗലത്തെ മരുമകള് പാരമ്പര്യമായി അണിയേണ്ട മരതകവളം. ഇത് പ്രിയങ്കയുടെ കൈകൾക്ക് നല്ല ചേർച്ചയായിരിക്കും അല്ലേ? പണ്ട് രാജഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാ കേട്ടിട്ടുള്ളത്. വളയുടെ അളവ് ആളിന്റെ വരവിനനുസരിച്ച് മാറിയിട്ടുമുണ്ട്. ഇതിലെ മരതക കല്ലുകൾ മാറിയിട്ടേയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് കൊണ്ടുപോയി പ്രിയങ്ക മോളുടെ കയ്യിലിട്ട് നോക്കണം. ചേരുവെന്നുണ്ടെങ്കിൽ മാറ്റിപ്പണിയേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് മാറ്റിപ്പണിഞ്ഞേ പറ്റൂ. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? എങ്ങോട്ട്? പ്രിയങ്കയുടെ വീട്ടിലേക്ക്. നിന്റെ സൂത്രം എനിക്ക് മനസ്സിലായി. പക്ഷേ വിവാഹ നിശ്ചയം കഴിഞ്ഞ പയ്യന് കൂടെ അവിടെ കയറി ചെല്ലാനുള്ള അനുമതിയൊന്നും ഇല്ല. അതിനൊക്കെ ഒരു കാരണം ഉണ്ടാക്കാൻ മുത്തശ്ശി വിചാരിച്ച പറ്റില്ലേ? ഈ വളയിട്ട് അവളെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് മുത്തശ്ശി. എന്നാലും അത് ശരിയല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. മുത്തശ്ശിക്ക് ഇവിടുന്ന് അവിടം വരെ പോവാൻ ഒരു ഡ്രൈവറെ വേണമല്ലോ. ഞാൻ ഡ്രൈവറായിട്ട് കാറിൽ തന്നെ ഇരുന്നോളാം. ഒന്ന് സമ്മതിക്കും മുത്തശ്ശി. ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങത്തേയില്ല. മുത്തശ്ശിയാണ് സത്യം. ഇപ്പൊ നീ പറഞ്ഞ ആവശ്യം വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. അത് മതി. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും മുത്തശ്ശിയുടെ മനസ്സങ്ങ് മാറും. അപ്പൊ മുത്തശ്ശി എന്ത് ചെയ്യും? പാമോനെ എന്നും വിളിച്ച് എന്നെയും കൂട്ടി അകത്തേക്ക് അങ്ങ് പോകും. നമ്മൾ രണ്ടുപേരും കൂടി പ്രിയങ്കയുടെ കയ്യില് ഈ വള ഇങ്ങനെ അങ്ങ് അണിയിക്കും. അല്ലേ? അല്ലേ? അല്ല. കാറിൽ നിന്ന് പുറത്തിറങ്ങിയാലേ നിന്റെ കാല് ഞാൻ വിട്ടു. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കില് വേണമെങ്കിൽ നീ വന്നോ. ശരി, കാറിലെങ്കിൽ കാറിലിരിക്കാം. പക്ഷേ വളയിട്ട് കൈയുമായിട്ട് മുത്തശ്ശി അവളെ കാറിനടുത്ത് വരുന്നു കൊണ്ടുവരണം. അത് ഞാൻ ഏറ്റു. എന്റെ പൊന്നു മുത്തശ്ശി കേട്ടോ. എന്നാ പിന്നെ നമുക്കിപ്പോ തന്നെ ഇറങ്ങാം.
ആ, വേഗം വാ മുത്തശ്ശി. എനിക്ക് നിന്നെ പേടിയുണ്ട്. ഈ നിലയ്ക്ക് പോയാ പ്രിയങ്ക വന്നു കഴിഞ്ഞാ പിന്നെ നീ അവളുടെ അടുത്ത് നിന്ന് മാറുകയില്ലല്ലോ. എനിക്ക് പോലും നിന്നെ ചിലപ്പോ കാണാൻ കിട്ടിയെന്നും വരില്ല. അതൊന്നുമില്ല. മുത്തശ്ശി എന്റെ ഫ്രണ്ട് അല്ലേ? എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്റെ ചൊക്കര മുത്തശ്ശി അല്ലേ? അല്ലേ? ഒന്ന് പോടാ ചെറുക്ക. പ്രിയ, എന്താ പ്രശ്നം? എന്നോട് പറ. ശരത്തെ, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കല്യാണ നിശ്ചയത്തിന് ഞാൻ അവരുടെ മുൻപിൽ ഇരുന്നത് ഈ മരിച്ച വീട്ടിലൊക്കെ പോകുന്നൊരവസ്ഥയില്ലേ, അങ്ങനെയാ. എന്റെ ചുറ്റും കുറെ ആളുകൾ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. ഞാനതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അത് ശ്രദ്ധിക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും. നീ കപിൽ മിശ്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, മോഡലിംഗ് ആക്ടിങ്ങും താല്പര്യമുള്ള ഒരാള് കപിൽ മിശ്രയെ കുറിച്ച് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാ. ഇന്ന് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോർഡിനേറ്ററാണ് കപിൽ മിശ്ര. ബോളിവുഡിലേക്കും കോളിവുഡിലേക്കും എന്തിന്, ചില സമയത്ത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വരെ പുതുമുഖങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നതേ കപിൽ മിശ്രയാ. മിശ്രയുടെ ലിസ്റ്റിലെങ്ങാനും പെട്ടുകഴിഞ്ഞാലേ ഒരാളുടെ സ്വപ്നങ്ങൾ നടന്നു എന്ന് തന്നെ കരുതാം. അതുകൊണ്ട് എനിക്കെന്ത് കാര്യം? 2-3 ദിവസത്തിനുള്ളിൽ മിശ്ര ട്രിവാൻഡ്രത്തെത്തും. വരുന്നതെന്തോ പേഴ്സണൽ ആവശ്യത്തിനാണ്. പക്ഷേ അതിനിടയിൽ ഒരു ഹാഫ് ആൻ അവർ ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നിന്നെ പരിചയപ്പെടുത്താൻ. സത്യാണോ? നിനക്ക് ആകാശത്തേക്ക് പറക്കാൻ വേണ്ടി ഞാൻ വഴികൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കല്ലേ മോളെ. നമ്മുടെ ഡയറക്ടറുടെ പടം പെട്ടെന്നാവും. പക്ഷേ അതിനു മുൻപ് കപിൽ മിശ്ര ചാരി വെച്ച് തരുന്ന ഒരു ഏണി കൂടി ഉണ്ടെങ്കിൽ നീ അങ്ങ് ടോപ്പിലെത്തും. താങ്ക്സ് ശരത്. ഒരുപക്ഷെ നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. അതിന് ഞാൻ സമ്മതിക്കില്ലല്ലോ. ഈ പ്രതീക്ഷയുള്ള കണ്ണുകളും സുന്ദരമായ രൂപവും ആരാധിക്കപ്പെടേണ്ടതല്ലേ? നമസ്കാരം തിരുനെല്ലി. നമസ്കാരം. ശരത്തെ, എങ്കിൽ ഞാൻ പോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. നീ നന്നായി ഒന്ന് റിലാക്സ് ആവട്ടെ. പ്രിയങ്കേ, ഞാനെന്ത് പറയട്ടെ? വേണ്ട, പറയാനുള്ളതൊക്കെ അങ്ങ് വീട്ടിൽ ചെന്നിട്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇങ്ങക്ക് പോരാങ്ങോട്ട് സമയം. ഞാൻ പോയിട്ടെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഡ്രൈവർ വണ്ടി തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഓ ശരി കൊച്ചമ്മേ. അതെ, ഈ പ്രണയത്തില് കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല രസം,
കാണാതിരിക്കുന്നതും രസമാ. തൽക്കാലേ എന്റെ മോൻ ഇവിടെ ഇരുന്ന് അങ്ങ് രസിച്ചാ മതി. ഇതൊക്കെ വലിയ ക്രൂരതയാണ് കേട്ടാ. എന്നാലും ഉം. ഞാൻ അങ്ങ് സഹിക്കാം. ആ എത്രയും പെട്ടെന്ന് ഈ വള കൊണ്ട് ചെന്നങ്ങ് ഇടണം. ഉം. വളയണിഞ്ഞ് അവളെ കാണാനേ എനിക്ക് കൊതിയാവുന്നുണ്ട്. എനിക്കും. ആ? ആ നമ്മുടെ ആളെ ഇതുവഴിയൊന്നും കാണുന്നില്ലല്ലോ. ഇറങ്ങിച്ചെന്ന മുത്തശ്ശി അലമ്പുണ്ടാക്കും. വേണ്ട. ആരുമില്ലേ ഇവിടെ? വളയുടെ അളവെടുക്കാൻ വൈകുന്നേരമാണല്ലോ ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നത്. കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു. അല്ല, അത് വൈകുന്നേരമേ വരൂന്ന് പറഞ്ഞതുകൊണ്ട് ദേവനാരായണൻ പുറത്തേക്ക് പോയപ്പോ മോളെയും കൂടെ കൊണ്ടുപോയി. അവരെ അച്ഛനും മോളും അങ്ങനെയാണേ. അതിനെന്താ, ഓടിപ്പോവാനുള്ള തിരക്കുമായിട്ട് വന്നോന്നുമല്ല. അച്ഛനും മോളും വരട്ടെ, ഞാനിവിടെ ഇരിക്കാം. ഇരിക്കണം. നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ ഇപ്പൊ വരാവേ. അതെ, കുഞ്ഞിലേ മുതലേ അവൾ ഇങ്ങനെയാ. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയ അവളും കൂടെ ഇറങ്ങും. സത്യം പറഞ്ഞ ഇന്ന് കൂടെ ഇറങ്ങിയപ്പോ ദേവനാരായണൻ വരണ്ടെന്ന് പറഞ്ഞതാ. ഇനി ഒരു 10 ദിവസം കൂടെ അല്ലേ ഉള്ളൂ അച്ഛാ ഞാൻ ഈ നാട്ടില്, അച്ഛന്റെ കൂടെ എനിക്കിനി നടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ അവൻ കൂടെ കൂട്ടി. അതാ സംഭവിച്ചത്. അച്ഛനെ വെറുക്കാൻ മക്കള് കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ കാലത്ത് ഇതൊക്കെ അതിശയല്ലാതെ എന്തു പറയാനാ? കിട്ടുന്നില്ല. എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം? അതല്ല, ഞാൻ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ തിടുക്കം വേണ്ടാന്ന്. ആഹാ, ഇതെങ്ങനെ അറിഞ്ഞു ഞാൻ വന്നൂന്ന്? ഞാൻ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടു. വളയുടെ അളവെടുക്കാനാണെങ്കിൽ രാധികയുടെയും പ്രിയങ്കയുടെ അളവ് ഒന്നാ. മോളുടെ കയ്യിൽ ഇട്ട് നോക്കിയാലും മതി. ഇങ്ങോട്ട് വന്നേ. മോളിങ് വന്നേ. ഇവിടെ ഇരിക്കും. അയ്യോ, അത് വേണ്ട, കുഴപ്പമില്ല. മോളെ, എന്താ അമ്മേ? എന്തൊക്കെ ഭ്രാന്തടി നീ വിളിച്ചു പോകുന്നേ? അവര് കൊണ്ടുവന്നിരിക്കുന്നതേ കണിമംഗലത്തുകാര് പാരമ്പര്യമായിട്ട് അണിയുന്ന വളയാ. അതാണോ തന്തയും തള്ളയില്ലാത്ത ഒരുത്തിയുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കുന്നേ? അതിനെന്താ അമ്മേ, അളവ് നോക്കാനല്ലേ. ഓരോ കാര്യത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ട്. അത് കളഞ്ഞാ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? അവൾ അത് കയ്യിലിടണ്ട. കൈ തൊട്ടാ തന്നെ ആ വളയുടെ ഐശ്വര്യം നശിക്കും. മോളെ, ആ കൈ ഇങ്ങ് നീട്ടിക്ക്. മുത്തശ്ശി, അതൊന്നും വേണ്ട. ഇത് തൊടാനുള്ള യോഗ്യത പോലും എനിക്കില്ല. വെറുതെ എന്തിനാ ഒരു ലക്ഷണക്കേട്?
നോക്കുമോളെ, ഒരാളുടെ വലിപ്പം നോക്കുന്നത് അയാളുടെ പാരമ്പര്യമോ തൊഴിലോ നോക്കിയിട്ടല്ല. അയാള് മനുഷ്യരെ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയിട്ടാ. മുത്തശ്ശിയുടെ കണ്ണിലെ കുട്ടിക്ക് ഒരു കുറവുമില്ല. ദേ നോക്കിയേ, മോള് പാടിയ പാട്ടില്ലേ, അത് മുത്തശ്ശിയുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു കലാകാരിക്ക് വലിപ്പച്ചെറുപ്പം ഉണ്ടോ? മോളാ കൈയിങ്ങ് നീട്ടി. പ്രിയങ്ക വരാൻ എത്ര നേരം എടുത്താലും വള അവളുടെ കയ്യിൽ മാത്രം ഇട്ടാ മതി. അല്ലാതെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. നീ വാ. കൈ നീട്ട്, നീട്ട് മോളെ. കണ്ടോ, കുട്ടിക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. പറഞ്ഞു ചെയ്യിപ്പിച്ചതുപോലുണ്ട്. പറഞ്ഞ അനുസരിക്കുക. ആ, ആ, നമസ്കാരം. എപ്പോഴാ വന്നത്? ഞാൻ പറഞ്ഞതിലും കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോഴാ പറഞ്ഞേ അച്ഛനും മോളും കൂടി പുറത്തിറങ്ങിയെന്ന്. ഞാൻ പറഞ്ഞു എപ്പ നീ പുറത്തിറങ്ങിയാലും ഇവളെയും കൂട്ടി ഇറങ്ങുമെന്ന്. കേട്ടപ്പോ സന്തോഷം തോന്നി. അച്ഛനും മക്കളും ആയാൽ ഇത് തന്നെ വേണമല്ലോ. വരണു ഇതേ പ്രകൃത. കണിമംഗലത്തെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരെന്ന് ചോദിച്ചാല് അത് വരുണ. പ്രിയങ്ക വന്ന സ്ഥിതിക്ക് ഇനി ആ വള ഊരി പ്രിയങ്കയ്ക്ക് ഇട്ടുകൊടുക്കാം. രണ്ടുപേരുടെ അളവ് ഒന്നായതുകൊണ്ട് രാധികയ്ക്ക് ഇട്ടു നോക്കാൻ ഞാൻ പറയായിരുന്നു. ആ, മോളിങ് വാ. എന്റെ വയസ്സം കൈക്കേ ബലമില്ലാതായിരിക്കെ മോള് തന്നെ ദൂരിക്കേ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, ഇവളൊരു അവശകനുവാ. നാശമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇവളെ കൊണ്ട്? അമ്മ ഒന്ന് നോക്കട്ടെ മോളെ.
പറ്റുന്നില്ലല്ലോ അമ്മ. മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞതാ എന്റെ കയ്യിലിടണ്ടെന്ന്. ഞാനിത് സോപ്പിട്ടിട്ട് ഊരാൻ നോക്കാം.